ഹലോ, അപ്പോൾ നമ്മളുടെ അടുത്ത് പൂരം കേട്ടോ. ഇന്നലെയായിരുന്നു നമ്മളുടെ അടുത്ത് പൂരം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുക്കിയിട്ടൊക്കെ ഉണ്ട്, നല്ല ഭംഗിയായിട്ട് ഒരുക്കിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് കളിയൊക്കെ ഉണ്ടാവുക. പിന്നെ ഇതാ ഈ കാണി പാടത്താണ് പൂരം. നമ്മുടെ ഗ്രേയും വൈറ്റുള്ള വീടിൻ്റെ തൊട്ടപ്പുറത്താണ് കേട്ടോ നമ്മളെ വീട്. അത് കഴിഞ്ഞ വരമ്പത്തിൽ കൂടെ പോയാൽ അവിടെ കാണുന്നതാണ് അമ്പലം. അപ്പോൾ നമ്മുടെ പൂരം തുടങ്ങിയിരിക്കണം കേട്ടോ. പൂരത്തിലൊക്കെ എല്ലാവരും ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് സെറ്റാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ടായിരുന്നു പൂരം. ആദ്യമൊന്നും വലിയതുണ്ടായിരുന്നില്ല, ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പൂരം അങ്ങോട്ട് തകർത്തത്. അടിപൊളിയായി. പിന്നെ ബാൻഡ് മേളമൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ വരവൊക്കെ കുറവായിരുന്നു കേട്ടോ, വരവൊക്കെ ഭയങ്കരമായിട്ട് കുറവായിരുന്നു. ബാൻഡ് മേളം, തമ്പോല, തറ, കരിങ്കാളി, ഭൂതം ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ തലേ ദിവസം ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ബാൻഡ് മേളം നടക്കുമ്പോൾ അടി അങ്ങോട്ട് പൊട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ബാൻഡ് മേളം നിർത്തി വെച്ചു. പിന്നെ ആളൊക്കെ ഒഴിഞ്ഞു പോയി. അങ്ങനെ പെട്ടെന്ന് പൂരപ്പറമ്പ് ഒഴിവായിട്ടോ. ബാൻഡ് മേളം ഇവിടെ നടക്കണമെങ്കിൽ അമ്പലം കുറച്ചും കൂടി അപ്പുറത്താണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതിലൊക്കെ നെയ്നൊരു ഗിഫ്റ്റ് കിട്ടോ. അപ്പം നെയ്നൊക്കെ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാ. നെയ്നുവിൻ്റെ ചേച്ചി ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊടുത്തേക്കണ്. അത് മാലയാണ് ഗൈസ്. പിന്നെ നെയ്നുക്ക് മേമ്മയുടെ വക ഒരു കിച്ചൺ സെറ്റ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓൾക്ക് കുറേ വള, മാല, ബുക്ക്, പേന, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഓൾക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ആദ്യമൊന്നും അമ്പലത്തിൻ്റെ അവിടെ കച്ചവടമൊക്കെ ഉള്ള അവിടെയൊക്കെ പോയി വന്ന്, പിന്നെ ഇങ്ങോട്ട് വന്ന് വീണ്ടും ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയിട്ടാണ്. പിന്നെ എല്ലാവർക്കും കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു. പിന്നെ ഞങ്ങൾ കുറേ സംഭവങ്ങളൊക്കെ, പാനിപൂരി, പിന്നെ കോളിഫ്ലവറിൻ്റെ ആ സംഭവം, പിന്നെ കാന്താരി സർബത്ത്, ബൂസ്റ്റ്, കുൽക്കി സർബത്ത്, അതുപോലെ നമ്മുടെ പൊട്ടറ്റോ, ആ കോലിമലാക്കിയിട്ടുള്ള സാധനം, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഞങ്ങൾ അങ്ങനെ പോയിട്ട് അമ്പലത്തിൽ പറ വെക്കണതൊക്കെ കണ്ടു. അവിടുന്ന് രാത്രി ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ അമ്പലത്തിൽ ചായയൊക്കെ കഴിച്ചു. ഞങ്ങൾ വീട്ടിൽ അങ്ങനെ അതിൻ്റെ പൂരൊക്കെ കഴിഞ്ഞ് മെഡിക്കറ്റും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അടിപൊളിയായി.